എന്നുള്ള ആ വാർത്ത, ആ മെസ്സേജ് തന്റെ ശിഷ്യന്മാരെ ഭ്രമിപ്പിക്കുകയായിരുന്നു ചെയ്തത്, സന്തോഷിപ്പിക്കുകയല്ല ചെയ്തത്. സ്തോത്രം. എന്താ അങ്ങനെ ഭ്രമിക്കാൻ കാരണം? സ്തോത്രം. ആമീൻ. നേരത്തെ ഒരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരത് പീലാത്തോസിനോട് അന്നത്തെ യഹൂദന്മാരും ശാസ്ത്രിമാരും പറഞ്ഞിരുന്നു. ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, അത് ഈ മന്ദിരം പൊളിക്കുക, അതിനെ 3 ദിവസം കൊണ്ട് പണിയാം എന്ന് അവര് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും ആമീൻ എന്ന് യേശു പറഞ്ഞിരുന്നു. അവന്റെ ശരീരം ശിഷ്യന്മാരെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞൊരു സിമ്പതി പരത്തിയാൽ ആ ചതിവ് നേരത്തെയുള്ള ചതിവിനേക്കാൾ വലിയ ചതിവാകും. അതുകൊണ്ട് അവന്റെ കല്ലറയ്ക്കൽ കാവൽ നിർത്തണം. ആമീൻ. കല്ലറയ്ക്ക് മുദ്രയും കൂടെ വെക്കണം എന്ന് പീലാത്തോസിനോട് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങളാലാവുവോളം ഉറപ്പ് വരുത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പടയാളികളെ റോമൻ പട്ടാളത്തെ അവന് കാവൽ നിർത്തി അവന്റെ കല്ലറയ്ക്ക് അതേ മുദ്രയും വെച്ചു. സ്തോത്രം. എന്നാൽ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് അന്വേഷിക്കുന്നത് തന്റെ ശിഷ്യന്മാരെയാണ്. അതുകൊണ്ടാണ് അവർ ഭ്രമിച്ചു പോകുവാനിടയായത്. യേശു ഉയർത്തെഴുന്നേറ്റ വാർത്ത ശിഷ്യന്മാരെ സന്തോഷിപ്പിച്ചില്ല. അവരോടും യേശു പറഞ്ഞിരുന്നു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതെ, ലൂക്കോസ് 24:7 വായിക്കുമ്പോൾ, അവൻ മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുകയും എന്ന് പറഞ്ഞു. യേശു നേരത്തെ തന്നെ ഗലീലയിൽ ഇരുന്നപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇത് അവരോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവർക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരത് വിശ്വസിച്ചുമില്ല. ഇന്നത്തെ സമൂഹത്തോടും ഇവിടെ അനേക ദൈവദാസന്മാര് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് അതിന്റെ ആഴത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും ആളുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ അളവ് വളരെ കുറവാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവരോട് പറയുവാനിടയായി, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് അവരോട് പറയാനിടയായി. ഇന്നത്തെ ആളുകളും പ്രസംഗം കേൾക്കുന്നുണ്ട്, ക്രൂസേഡ് കേൾക്കുന്നുണ്ട്, ആള് കൂടുന്നുണ്ട്. എന്നാൽ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കും, അങ്ങനെ ആയിരിക്കുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല. ഇതുപോലെയായിരുന്നു അവൻ ശിഷ്യന്മാരും ചെയ്തത്. കൂടെ നടന്ന ആളുകൾക്ക് 3.5 വർഷം കൂടെ നടന്ന് അപ്പം തിന്ന് അത്ഭുതം കണ്ട് അടയാളം കണ്ട് അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറയോട് ചോദിക്കുകയാണ്, ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. പലരെയും പഠിച്ചു നോക്കുമ്പോൾ, സർവേ ചെയ്യുമ്പോൾ, അവരോട് ആരായുമ്പോൾ, അന്വേഷിക്കുമ്പോൾ അവരുടെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം വളരെ കുറവായിട്ടാണ് കാണുന്നത്. സ്തോത്രം. അവര് ഭ്രമിച്ചുപോയി യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത എന്നാണ് അവിടെ വായിക്കുവാൻ കഴിഞ്ഞത്. അവർക്ക് ആ വാർത്ത വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ ചിന്തിക്കും, എടാ പിന്നെ എന്തിനാ ഇവര് ഈ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നത് എന്ന് ചോദിച്ചാൽ, അവര് വിചാരിച്ചു റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വരച്ച് ഇവനൊരു രാജാവാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് വല്ല മന്ത്രിസ്ഥാനമോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്നായിരുന്നു അവരുടെയും ചിന്ത. അത് ലൂക്കോസ് 24:21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. അവരുടെ ആശ അതാണ്. യേശു റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വരച്ച് ഇവൻ രാജാവാകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് അവർക്ക് കിട്ടുമെന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. ഇന്നും ഒത്തിരി ആളുകൾ യേശുവിന്റെ പുറകെ യേശുവിന്റെ പേര് പറഞ്ഞ് നടക്കുന്നു. എന്താണ് അവരുടെ മനസ്സിലിരിക്കുന്ന ചിന്തയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണോ, എന്തെങ്കിലും ലോകപരമായ കാര്യങ്ങളാണോ അവർ ചിന്തിക്കുന്നത്, അത് അവരുടെ മനോസാക്ഷിക്കേ അറിയത്തുള്ളൂ. എന്നാൽ ഈ തിരുവെഴുത്ത് പറഞ്ഞ പ്രകാരം അതേ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവൻ 2ാമത് വരും. പക്ഷേ അന്ന് ആളുകൾക്ക് അവനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു പ്രത്യേക മണ്ഡലത്തിലായിരിക്കും ഇവിടുത്തെ ആളുകള്. യേശു ജനിച്ചപ്പോൾ ഹേരോദാവ് ഭ്രമിച്ചു എന്ന് തിരുവെഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായി 2:3 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ടിട്ട് അവന് എരിച്ചിലേയും ഒക്കെയും ഭ്രമിച്ചു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യേശു ജനിച്ചത് സകല ഇനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ദൂതന്മാര് പറഞ്ഞ യേശുവിന്റെ ജനനത്തിന്റെ മെസ്സേജ് അനേകരെ സന്തോഷിപ്പിക്കേണ്ട സ്ഥാനത്ത് ഹേരോദാവ് എന്ന് പറയുന്ന ആള് അന്നത്തെ കാലത്ത് ഇസ്രായേലിനെ ഭരിച്ചിരുന്ന രാജാവായ ഇടപ്രഭുവായ ഹേരോദാവ് ആ
കാര്യം വിശ്വസിച്ചിരുന്നില്ല. അവൻ അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചുവെന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യേശു ജനിച്ചപ്പോൾ ഹേരോദാവ് ഭ്രമിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാര് ഭ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അനേക മത നേതാക്കന്മാര് ഭ്രമിക്കുന്ന ഒരു ദിവസമാണ് യേശുവിന്റെ രഹസ്യ പ്രത്യക്ഷത എന്ന് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമേ, നമുക്കത് ഭവിക്കാതിരിക്കുവാൻ, നമുക്കത് സംഭവിക്കാതിരിക്കാൻ വിശ്വാസത്താലാണ് നാം ഇത് പ്രാപിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് തിരുവഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ വരുമെന്ന് പറഞ്ഞ കർത്താവ് വേഗം വരും നിശ്ചയം. അതിനായി നമ്മളെ ഒരുക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നാം അതേ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമീൻ. എല്ലാ ആളുകളിലും വിശ്വാസമില്ല. ആമീൻ. സഹോദരിമാര് വിശ്വസിച്ചില്ല. യേശുവിന്റെ ടീമിൽ അന്നത്തെ കാലത്ത് സഹോദരിമാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ആമീൻ. അതുകൊണ്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവത്തിൽ അതേ സഹോദരന്മാരെ മാത്രം എണ്ണിയത്. അവർ 5000 പുരുഷന്മാരുണ്ടായിരുന്നു, സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും കൂടാതെ ഏകദേശം അതേ 30,000 പേര് ഉണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. അത്രയും ആളുകൾക്ക് 5 അപ്പം കൊണ്ട് അവൻ പോഷിപ്പിച്ച ആ സംഭവം അങ്ങനെ രേഖപ്പെടുത്തി. സഹോദരിമാരായിരുന്നു എല്ലാ മീറ്റിംഗിലും ആക്റ്റീവ് ആയിരുന്നത്. അവരെല്ലാ കാര്യത്തിനും മുൻപിലാണ്. അന്നത്തെ യേശുവിന്റെ കൂടെ ഒരു ടീം സഹോദരിമാർ തന്നെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഹോദരിമാരും അവരുടെ ഭൂതം വിട്ടുപോയതായിരുന്നു. സ്തോത്രം. ഒരു സഹോദരിയിലും ഭൂതം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ടീമിൽ ഒത്തിരി സഹോദരിമാരുണ്ട്, പക്ഷേ ഭൂതം വിട്ടുപോയിട്ടില്ല. ആമീൻ. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അടുക്കളയിൽ കിടന്നുകൊണ്ട് പാത്രം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഒരുത്തിയേ ഉള്ളെന്ന് അറിയത്തില്ലയോ, എനിക്ക് 2 കയ്യേ ഉള്ളെന്ന് അറിയത്തില്ലയോ എന്നൊക്കെ സഹോദരിമാർ പറയുമ്പോൾ ഭൂതം വിട്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുത്തിയേ ഉള്ളെന്ന് പറയുമ്പോൾ ഒരുത്തിയെ കൂടെ കൊണ്ടുകൊടുക്കാൻ പറ്റത്തില്ല. ആമീൻ. സ്തോത്രം. അതേ 2 കയ്യേ ഉള്ളെന്ന് പറയുമ്പോൾ 2 കൈയോടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഒരുത്തിയേ ഉള്ളൂ, 2 കയ്യേ ഉള്ളൂ. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ എത്ര കഠിനമായ ശോധന നീ വന്നാലും നീ സ്തോത്രം പറഞ്ഞ് അതിനെ തരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മാധ്യമം. നീ അതിനെ പഴി പറയരുത്. ഇസ്രായേൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം അതേ പിറുവിറുത്തതുപോലെ നീ പിറുവിറുക്കരുത്. സ്തോത്രം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിനക്ക് ആരോഗ്യം തരുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ ദൈവത്തിന് കഴിയുന്നവരാണ്. സ്തോത്രം. ഇന്നത്തെ സഹോദരിമാരിൽ നല്ല ഒരു ഭാഗം ആളുകളും അതേ സൗഖ്യമായിട്ടില്ല. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഹോദരിമാരും സൗഖ്യമായിരുന്നു. രക്തസമ്മർദ്ദമുള്ള സ്ത്രീ, അതുപോലെ തന്നെ മറ്റ് രോഗം ബാധിച്ച കൂനുള്ള സ്ത്രീയെ അനേകം സൗഖ്യം പ്രാപിച്ചിരുന്നു. ഇന്നത്തെ ടീമിൽ ഇത്തിരി സഹോദരിമാരുണ്ട്. ഞായറാഴ്ച